ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ അല്ലെങ്കിൽ ഒരു ലോഗോ ലോഞ്ച് തന്നെ ഇന്നലെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന ചാനലുകളും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ ഇന്നലെ ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വീഡിയോ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. റീസൺ മറ്റൊന്നുമല്ല, ഇന്നലെ ഏഷ്യാനെറ്റിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബാരോസിന്റെ ഒരു ലോഗോ, അതായത് ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് ലാലേട്ടൻ അഭിനയിച്ച ബാരോസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ലോഗോ ഒരു പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ട് അതിന്റെ മുകളിൽ സ്റ്റേ ട്യൂൺഡ് സംതിങ് ബിഗ് ഈസ് ഗെറ്റിംഗ് റെഡി, ഇത്തരത്തിലൊരു ക്യാപ്ഷനോട് കൂടി ഒരു പോസ്റ്റ് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ അവർ ഇതേ പോസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ എല്ലാവരും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വീഡിയോ ഈ ഒരു ബാരോസ് സിനിമക്ക് ഇടയിലോ അല്ലെങ്കിൽ സിനിമക്ക് ശേഷമോ ഒക്കെ വരും എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമ്മൾ അറിഞ്ഞൊരു കേസ് തന്നെയാണ് വിഷു, ഈസ്റ്റർ ഇതിന്റെയൊക്കെ ഇടയിൽ ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വീഡിയോ വരാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ബാരോസ് എന്ന് പറയുന്ന സിനിമ ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു സീസൺ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതും കൺഫേം ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ലാലേട്ടന്റെ ഒരു ആദ്യമായി സംവിധാനം ചെയ്തൊരു മൂവി ഇറങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ ബിഗ് ബോസിന്റെ ഒരു ലോഗോ ലോഞ്ച് കൂടി ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് നമ്മൾ കൺഫർമേഷൻ പറഞ്ഞത് ഒരു പ്രൊമോ വീഡിയോ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റിന്റെ ഒരു ശൈലി കാണുമ്പോൾ ആ ഒരു പോസ്റ്റിൽ ലാലേട്ടന്റെ ബാരോസ് സിനിമയുടെ ലോഗോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റിൽ 7 താക്കോലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ബിഗ് എന്ന് എഴുതിയിരിക്കുന്നത് സംതിങ് ബിഗ് ഈസ് ഗെറ്റിംഗ് റെഡി എന്നാണ് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. ആ ക്യാപ്ഷനിൽ BIGG ആണ് ബിഗിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ BIGA ഉള്ളൂ, ബിഗ് ബോസിന്റെ ബിഗിനാണ് നമ്മൾ BIGG എഴുതാറുള്ളത് സാധാരണ. അപ്പോൾ അത്തരത്തിലാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഇതൊരു പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാവരും ഇന്നലെ ബാരോസ് സിനിമ കുറെ സമയം ഇരുന്നിങ്ങനെ കണ്ടു. അതായത് ചാനൽ മാറ്റാതെ ഇരുന്നിങ്ങനെ കണ്ട ആൾക്കാർ ഒരുപാട് പേരുണ്ട്. കാരണം ബിഗ് ബോസിന്റെ ലോഗോയോ പ്രമോയോ അതിനിടയിൽ വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇരുന്ന് ബാരോസ് സിനിമ ഇന്നലെ ഫുള്ള് കണ്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ സിനിമക്ക് അത് കുറച്ചുകൂടി അനുയോജ്യമായിട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മളെ കുറച്ചുകൂടി എക്സൈറ്റഡ് ആക്കാൻ വേണ്ടി ബിഗ് ബോസിന്റെ ഒരു പ്ലേ ആയിരിക്കും. തീർച്ചയായിട്ടും ഇന്നോ നാളെയൊക്കെ ആയിട്ടൊരു പ്രമോ വീഡിയോ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ലോഗോ ലോഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നത് ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വീഡിയോ ബാരോസ് സിനിമക്കിടയിൽ 1-2 അഡ്വർടൈസ്മെന്റ് വന്നപ്പോൾ അതിന്റെ കൂട്ടത്തിൽ വരാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ അവസാനിക്കുന്ന സമയത്ത് വരുന്ന പരസ്യത്തിലായിരിക്കും ഈ പറയുന്ന ലോഗോ ലോഞ്ച് വെക്കാൻ പോകുന്നത്. കാരണം സിനിമ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം വരട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോഴും ലോഗോ ലോഞ്ചോ പ്രൊമോ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം ഈ ഒരു ഈസ്റ്ററിന് മുന്നായിട്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രോഗ്രാമുകൾക്കിടയിൽ ബിഗ് ബോസിന്റെ ഒരു ലോഗോ ലോഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബരോസിന്റെ ഇടയിൽ വരുമെന്ന് നമ്മൾ കൺഫേം അടിച്ച് പറഞ്ഞതാണ്. പക്ഷേ ബിഗ് ബോസ് പറ്റിച്ചു കളഞ്ഞു. നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കാത്തിരിക്കുന്ന സമയത്ത് അത് കിട്ടാതിരിക്കുന്നതും ഒരു ഗെയിമാണ്. നമുക്ക് എന്തായാലും നോക്കാം. ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊമോ വീഡിയോയും കോമണേഴ്സ് പ്രൊമോയും ലോഗോ ലോഞ്ചും ഈ അടുത്ത് തന്നെ ഉണ്ടാകും. കോമണേഴ്സ് പ്രൊമോ എന്തൊക്കെയാണെങ്കിലും അവർ ഈ അടുത്ത കാലത്ത് തന്നെ പുറത്തിറക്കും. കാരണം ബിഗ് ബോസിലേക്ക് വരാം, കോമണേഴ്സിനെ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടധികം പോസ്റ്റും കാര്യങ്ങളൊക്കെ ആളുകളെ പറ്റിക്കാനായിട്ട് കുറെ സ്കാമും കാര്യങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ആളുകൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ പറയുന്ന കോമണേഴ്സ് പ്രൊമോ നേരത്തെ തന്നെ ഇറക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ആ ഒരു പ്രൊമോയിൽ വ്യക്തമായിട്ട് പറയുകയും ചെയ്യും. അത് അപ്പോൾ ഒഫീഷ്യലി തന്നെ ഏഷ്യാനെറ്റ് അറിയിക്കുന്ന സമയത്ത് നിങ്ങൾ അത്തരത്തിൽ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ പോയി സ്കാമുകളിൽ പെടരുത്. അത് ആദ്യം തൊട്ടേ നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്